ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ വീക്കെൻഡായപ്പോൾ ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ട് ബൈറും കൂടിയിട്ട് അബുദാബിയിൽ ഒരു ഹോഴ്സ് റൈസ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. കാൽദിയ കൂടെ അബുദാബി സിറ്റിയിൽ കൂടെ ഞങ്ങൾ കുറച്ച് വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ്. അബുദാബി സിറ്റിയിൽ നിന്നൊരു 15-20 മിനിറ്റുള്ളൂ കേട്ടോ ഇത് നടക്കുന്ന സ്ഥലത്ത്. ഇത് കൺട്രി ക്ലബിലാണ്. അങ്ങനെ വണ്ടി എൻട്രൻസിലേക്ക് എത്തി. അവിടുത്തെ ഹോഴ്സ് റൈസിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. വളരെ രസമായിട്ടൊരു എൻട്രൻസൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതേ റൈസ് നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ റൈസ് എടുക്കുന്ന ഒരു കോർട്ടാണ്. ഇതൊരു ജമ്പിങ് റൈസാണ് കേട്ടോ. ഞങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള റൈഡേഴ്സ് ഉണ്ട് അവിടെ. വലിയ പ്രൈസ് മണിയൊക്കെ ആണെന്നാണ് അറിഞ്ഞത്. അവിടെ നടക്കുമ്പോൾ റൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പലതരം രാജ്യത്താണ്. രാജ്യങ്ങൾ ചോദിച്ചാൽ അറിയില്ല. അനൗൺസ്മെൻറ്റ് കറക്റ്റായിട്ട് കേട്ടിരുന്നില്ല. വളരെ മനോഹരമായിട്ടതാണ് കേട്ടോ. എന്താ പറയുക, വിലപിടിപ്പുള്ള ഹോഴ്സുകളൊക്കെയാണ് ഉള്ളതെന്ന് അറിഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് റൗണ്ടാണെന്നാണ് അറിഞ്ഞത്. ഇനി അടുത്തൊരു റൗണ്ടും കൂടി ഉണ്ടെന്ന് പറഞ്ഞത്, ഒരു 6 PM. അപ്പോൾ ഞങ്ങൾ ഒരു 5 o'clock എത്തിയത്. കുറച്ച് നേരം ഞാനും അവനും അത് കണ്ട് അങ്ങോട്ട് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിൽക്കുകയാണ്. സൂപ്പറായിരുന്നു കേട്ടോ. ഒരൊറ്റവട്ടം കാണാനുള്ളതുണ്ട് നന്നായി. വാവ്! ഞാനിങ്ങനെ ഒരു മത്സരോട്ടമൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ. മത്സരോട്ടം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ജമ്പിങ് സ്റ്റൈലുള്ളൊരു റൈഡാണ്. അപ്പോൾ ഈ റൗണ്ട് അവസാനിച്ചെന്നുള്ളൊരു അനൗൺസ്മെൻറ്റ്. അങ്ങനെ അവിടുത്തെ നാഷണൽ ആന്തം പ്രൈസ് മണി കൊടുക്കുന്നതിന് ശേഷം അങ്ങ് പുറത്തിറങ്ങി. അപ്പോഴാണ് മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ. ഞങ്ങൾ ബാക്കിൽ കൂടെ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല രാജ്യങ്ങളുടെ ഫ്ലാഗ് ഉണ്ട്. പരിപാടികളെല്ലാം ഉഷാർ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്തൊരു റൗണ്ടും കൂടെ വരാണ്ട്, ക്ലിയർ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൂടെ കണ്ടിട്ട് വേണം നമുക്ക് പോകാം. യെസ്, അങ്ങനെയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഞങ്ങൾ മെയിൻ എൻട്രൻസിൻ്റെ അടുക്ക് നീങ്ങിട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. പബ്ലിക് സീറ്റിംഗ് ആണ് കേട്ടോ അവിടെ. അപ്പോൾ അടുത്ത റൗണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആളുകളെല്ലാവരും കേട്ടോ. അപ്പോൾ അതിന് മുന്നോടി അപ്പോൾ 3rd റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളിലേക്ക് കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കണ്ടിട്ട് ഒരു അവസാനം വരെ ഇരിക്കുക ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. കാരണം വെച്ചാൽ കുറച്ച് ടൈം ഇരിക്കുക, കാണാം, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാം എത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ. അറബ്സ് കുറേ ഉണ്ടായിരുന്നു, പിന്നെ വിദേശികളുണ്ടായിരുന്നു, പിന്നെ നമ്മളെ മലയാളി ഫാമിലികൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്, കാണാൻ ഒരു രസമാണ്. അപ്പോൾ ഓരോരുത്തരും ഒരു കളി അറിയാവുന്ന, അല്ലെങ്കിൽ റൈസിനെ കുറിച്ച് അറിയാവുന്നവർ ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് എന്താ പോയിൻ്റ് എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അടുത്തിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ റൈസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളെ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് നല്ല ട്രാഫിക് ഉണ്ട്. കാരണം അത്യാവശ്യം ആളുകളുണ്ട്. അറബ്സാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. കണ്ടോ, ഫുള്ള് ബ്ലോക്കാണ് അവിടെ. അത് നോക്കുമ്പോൾ ഹോഴ്സിൻ്റെ ക്യാരവൻ, എന്താ സ്റ്റൈൽ നോക്കിയേ. അങ്ങനെ നേരെ വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നല്ല കണ്ടൻ്റായിട്ട് ഇനി തിരിച്ചു വരാം. ബൈ.